പല്ലാരിമംഗലം വൈക്കം മുഹമ്മദ് ബഷീർ മെമ്മോറിയൽ ലൈബ്രറി ആൻഡ് സ്റ്റഡി സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ വൈക്കം മുഹമ്മദ് ബഷീർ ജന്മദിനാചരണവും പുരസ്കാര സമർപ്പണവും നടത്തി. റിട്ടയർഡ് ഡെപ്യൂട്ടി കളക്ടർ റേച്ചൽ കെ വർഗീസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. പല്ലാരിമംഗലം വൈക്കം മുഹമ്മദ് ബഷീർ മെമ്മോറിയൽ ലൈബ്രറി ആൻഡ് സ്റ്റഡി സെന്ററിന്റെ നേതൃത്വത്തിൽ വൈക്കം മുഹമ്മദ് ബഷീർ ജന്മദിനാചരണവും കോട്ടപ്പടി മാർ ഏലിയാസ് കോളേജിനുള്ള പുരസ്കാര സമർപ്പണവും പ്രമുഖ വ്യക്തിത്വങ്ങളെ ആദരിക്കലും നടന്നു. കോട്ടപ്പടി മാർ ഏലിയാസ് കോളേജ് സെമിനാർ ഹാളിലാണ് പരിപാടി നടന്നത്. റിട്ടയർഡ് ഡെപ്യൂട്ടി കളക്ടർ റേച്ചൽ കെ വർഗീസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. കോട്ടപ്പടി മാർ ഏലിയാസ് കോളേജ് ബോർഡ് പ്രസിഡന്റ് ഫാദർ ജോസ് പരത്തുവയലിൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ ജനപ്രതിനിധി റാണിക്കുട്ടി ജോർജ്, കോളേജ് മാനേജർ സുനിൽ ജോസഫ്, തട്ടേക്കാട് പക്ഷിസങ്കേതം അസിസ്റ്റന്റ് വൈൽഡ് ലൈഫ് വാർഡൻ CT ഔസേഫ്, മൊബൈൽ കെയർ ഉടമ KA അൻസാർ, സിവിൽ സപ്ലൈസ് ഉദ്യോഗസ്ഥൻ MH ഷിഹാബ്, സാമൂഹ്യ പ്രവർത്തകൻ നജീബ് തോട്ടത്തിക്കുളം, കോട്ടപ്പടി മാർ ഏലിയാസ് കോളേജിലെ എന്റർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് ക്ലബ് എന്നിവരെയാണ് അനുമോദിച്ചത്. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജോസഫ് T മൂലയിൽ, ലൈബ്രറി പ്രസിഡന്റ് യൂസഫ് പല്ലാരിമംഗലം, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ CM ബേബി, പഞ്ചായത്ത് മെമ്പർ പ്രിയ സാബു, മാർ ഏലിയാസ് ഹയർ സെക്കൻഡറി സ്കൂൾ മാനേജർ അഡ്വക്കേറ്റ് ബിജി P ഐസക്, സെന്റ് ജോർജ് ഇംഗ്ലീഷ് മീഡിയം UP സ്കൂൾ മാനേജർ വർഗീസ് കുട്ടി MK, സെന്റ് ജോർജ് പബ്ലിക് സ്കൂൾ മാനേജർ എൽദോ ജോസ്, ബോർഡ് മെമ്പർ KK കുര്യാക്കോസ്, ട്രസ്റ്റിമാരായ CM ജോർജ്, TP കുര്യാക്കോസ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.